എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കളായ എൻ്റെ ഫ്രണ്ട്സ്, അതായത് പാരൻസായ എൻ്റെ ഫ്രണ്ട്സിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ ഇനിയും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് വളരെ കോമ്പറ്റീറ്റീവാണ്. നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലും IT ഫീൽഡിലാണ് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കോഡിങ്ങിൻ്റെ ഒരു ബേസിക് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ ഫ്യൂച്ചറിലെ ജോബ് എന്ന് പറയുന്നത് കൂടുതലും കമ്പ്യൂട്ടർ അടിസ്ഥാനമായിട്ടുള്ള വർക്കുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളും കോമ്പറ്റീറ്റീവ് ആവാനായിട്ട് നമുക്കും എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ കോഡിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ഇപ്പോഴേ തൊട്ട് നമ്മളൊന്ന് പഠിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ആ ഒരു അർത്ഥത്തിൽ എന്നാൽ അവർക്കധികം അവരുടെ കളിക്കാനുള്ള സ്ഥലം, ഫിസിക്കൽ പ്ലേ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ കളിയും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്നല്ല. അവർക്ക് ഫ്രീ ടൈമായിട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ലെഫ്റ്റ് ബ്രെയിനും കൂടിയും ക്രിയേറ്റീവായിട്ട് ഉണരാൻ വേണ്ടി, അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽസ്, കുട്ടികളുടെ പൊട്ടൻഷ്യൽ ഉണർത്താൻ വേണ്ടിയിട്ട് ഇതൊരു ടാസ്ക് പോലെ എടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഞാൻ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഇതിൽ ലിങ്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു PDF ഫയലാണ്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് അതിനെ ഓരോ ബ്ലോക്കൊക്കെ ആക്കിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളുടെ ലെഗോസ് ഉണ്ടല്ലോ, നമ്മുടെ ബ്രിക്സ് ഗെയിമില്ലേ, ഈ ബ്രിക്സ് ഗെയിം കൊണ്ട് കുട്ടികൾക്ക് ഞാനിപ്പോൾ ഒരു ഇമേജ് കാണിച്ചുതരാം. അപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏതെങ്കിലും സ്പൈഡർമാനോ അല്ലെങ്കിൽ ബാറ്റ്മാനോ എന്തെങ്കിലും ഒരു ആൾ രൂപം ഈ ബ്രിക്സിൽ ഒരു വഴി പോലെ, നമ്മളൊരു മെയ്സ് പോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെയ്സിൽ കൂടെ ഈ ഒരാൾക്ക് നമ്മൾ കുട്ടികൾ വഴി പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? ഒരു കോഡിങ്ങിലൂടെ വഴി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ കോഡിങ് എന്ന് പറയുന്നത് ഒരു ബ്രിക്കായിട്ട്, ഒരു ടൈലായിട്ട് വെക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു പസിൽ വെക്കണ രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആ പസിൽസിൽ ഓരോ കോഡ് വായിച്ചിട്ട് ഈ ആൾ 1-2 സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വയ്ക്കണം. ലെഫ്റ്റിൽ പോകണം, റൈറ്റിൽ പോകണം എന്നൊക്കെ ഈ കോഡിങ്ങിൽ ഇത് വെച്ചിട്ട്. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഈ റൂട്ട് ഉണ്ടാക്കാം, അവർക്ക് തന്നെ കോഡ് ഉണ്ടാക്കാം. എന്നിട്ട് ആ കോഡ് വായിച്ചിട്ട് ഈ ആളെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ആ കോഡ് പ്രകാരം ആൾക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ വോളാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കോഡിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഗ്രാമിങ്ങിലെ കുറച്ച് ടെർമിനോളജികളുണ്ട്. ഇഫ്, എൽസ് ഇഫ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, അങ്ങനെ കുറേ ടെർമിനോളജീസ് ഉണ്ട്. അതൊക്കെ കുട്ടികൾ ഇതിലൂടെ പഠിക്കാൻ അവരറിയാണ്ട് തന്നെ ഒരു ഗെയിമിലൂടെ വളരെ ക്രിയേറ്റീവായിട്ട് ഇൻതൂസിയാസത്തോടു കൂടിയിട്ട് തന്നെ കുട്ടികൾക്ക് ഇത് എൻജോയ് ചെയ്ത് അവരറിയാണ്ട് തന്നെ കോഡിങ് അവർ പഠിക്കുകയാണ്. കോഡിങ്ങിൻ്റെ ടെർമിനോളജി പഠിക്കുകയാണ്, അതിൻ്റെ മെത്തേഡ് പഠിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു സ്റ്റേജിൽ അവർക്ക് ഒരു പ്രോഗ്രാം കാണിക്കുമ്പോൾ, അവർ സ്കൂളിൽ പ്രോഗ്രാം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാലോചിക്കുമെന്ന്, അന്ന് എനിക്ക് അച്ഛനും അമ്മയും കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഗെയിമിന് പോലെ തന്നെയാണല്ലോ ഇതും എന്ന് മനസ്സിലാവുമ്പോൾ അവർക്ക് ആ ലോജിക്ക് അവിടെ ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് പിന്നീടുള്ള കോഡിങ് അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും കൂടി വരും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് എല്ലാ കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ എൻ്റെ കുട്ടികൾക്കും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ശ്രമിക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ലിങ്കിലോട് കൂടിയിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ PDF-ൻ്റെ ഫയൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പ്രിൻ്റ് ഔട്ട് കൊടുക്കുക. അവർ കളിക്കട്ടെ, അവരും കളിയിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ നല്ലൊരു ഭാവിക്കായിട്ട് കുട്ടികൾക്ക് ഇത് ഉപകാരമാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ള പാരൻസിനും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക.
അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഈ ഒരു വീഡിയോ മാക്സിമം റീച്ച് ചെയ്യിപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായി ഞാൻ നിങ്ങളുടെ അടുത്ത് ഇനി വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു. സൈനിങ് ഓഫ് സുമിത് സി മോഹൻ.